ബാംഗ്ലൂർ, ശബരിമല എന്നീ സ്ഥലങ്ങൾ KSRTCയെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ടതാണ്. KSRTCക്ക് ഏറ്റവും അധികം ലാഭം നേടിക്കൊടുക്കുന്നവയാണ് ബാംഗ്ലൂരിലേക്കും ശബരിമലയിലേക്കുമുള്ള സർവീസുകൾ. ഈ സർവീസുകളെ കൃത്യമായി ഉപയോഗിക്കാൻ കോർപ്പറേഷൻ തയ്യാറാകുന്നില്ല എന്നതിൽ നിന്നും കെടുകാര്യസ്ഥതയുടെ ആഴം മനസ്സിലാകും. KSRTCക്ക് എന്നും ലാഭം നേടിക്കൊടുത്തിട്ടുള്ളവയാണ് ഇന്റർസ്റ്റേറ്റ് പെർമിറ്റുകൾ. ഇതിൽ തന്നെ ബാംഗ്ലൂർ സർവീസുകളാണ് എടുത്തു പറയേണ്ടത്. പഠനത്തിനും ജോലിക്കുമായി ലക്ഷക്കണക്കിന് മലയാളികളാണ് ബാംഗ്ലൂരിലുള്ളത്. കേരളത്തിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് ട്രെയിനുകൾ കുറവായതിനാൽ നാട്ടിലേക്കും തിരിച്ചുമുള്ള യാത്രയ്ക്ക് ബസ്സുകളെയാണ് ബാംഗ്ലൂർ മലയാളികൾ പ്രധാനമായും ആശ്രയിക്കുന്നത്. ഇത് മുന്നിൽ കണ്ട് സർവീസ് നടത്തുന്ന സ്വകാര്യ ലക്ഷറി ബസ്സുകൾ വൻ ലാഭമാണ് കൊയ്യുന്നത്. ഇത്തരക്കാരുടെ ചൂഷണത്തിൽ നിന്നും യാത്രക്കാർക്ക് ആശ്വാസം നൽകാനാണ് കേരള, കർണാടക സർക്കാരുകൾ തമ്മിൽ ധാരണയിലെത്തിയത്. ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള കരാർ പ്രകാരം കർണാടക KSRTC കേരളത്തിലേക്ക് നടത്തുന്ന സർവീസുകളുടെ അത്ര തന്നെ എണ്ണം സർവീസുകൾ കേരള KSRTCക്ക് കർണാടകയിലേക്കും നടത്താം. ഇതുപ്രകാരം സർവീസ് നടത്താൻ വോൾവോ മൾട്ടി ആക്സിൽ ബസ്സുകൾ അടക്കമുള്ളവ കർണാടക KSRTC ഉപയോഗിച്ചു തുടങ്ങിയിട്ട് വർഷങ്ങളായി. എന്നാൽ സമീപകാലം വരെ ഏതാനും സൂപ്പർ ഡീലക്സ് ബസ്സുകളും ദീർഘയാത്രയ്ക്ക് ഉപകരിക്കാത്ത സാധാരണ സൂപ്പർഫാസ്റ്റ് ബസ്സുകളുമാണ് കേരള KSRTC ഉപയോഗിച്ചിരുന്നത്. നിരന്തര സമ്മർദ്ദത്തിന്റെ ഫലമായി സമീപകാലത്ത് 10 വോൾവോ മൾട്ടി ആക്സിൽ ബസ്സുകൾ വാങ്ങിയെങ്കിലും അത് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമ്മുടെ സ്ഥാപനത്തിന് കഴിഞ്ഞില്ല. പരാതികൾ ഏറിയപ്പോഴാണ് ടിക്കറ്റ് ബുക്കിങ്ങിന് പുതിയൊരു വെബ്സൈറ്റ് പോലും തയ്യാറാക്കാൻ KSRTC തയ്യാറായത്. എന്നിട്ട് പോലും സ്വകാര്യ ബസ്സുകളും കർണാടക KSRTCയും നേടുന്ന ലാഭത്തിന്റെ 7 അയലത്തെത്താൻ നമുക്ക് സാധിക്കാത്തതും ഈ കെടുകാര്യസ്ഥത മൂലമാണ്. ഇപ്പോൾ കർണാടക RTCയെ സംബന്ധിച്ച് അവർ ബാംഗ്ലൂർ റൂട്ടിൽ ഓടിക്കുന്ന, കേരളത്തിൽ നിന്നും ധാരാളം ബസ്സുകൾ ബാംഗ്ലൂർക്ക് ഓടിക്കുന്നുണ്ട്. മെച്ചപ്പെട്ട സേവനങ്ങൾ, ഫ്രീ ആയിട്ട് വൈഫൈ കൊടുക്കുന്ന വണ്ടികളുണ്ട്. ഇല്ലെങ്കിൽ ഫ്രീ സൗജന്യം ആൾക്കാർക്ക് എപ്പോഴും സൗജന്യമാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ, സൗജന്യമായിട്ട് മിനറൽ വാട്ടർ കൊടുക്കുന്നില്ല, ബ്ലാങ്കറ്റ് കൊടുക്കുന്നു, നമ്മുടെ വണ്ടിയിൽ കയറി അത് കിട്ടുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. KSRTCക്ക് ഏറ്റവും ലാഭം നേടിക്കൊടുക്കുന്ന ശബരിമല സർവീസുകളോടും കഴിഞ്ഞ 2 വർഷമായി ഉദാസീന മനോഭാവമാണ് സർക്കാരിനുള്ളത്. ഇത്തവണയും ശബരിമല സർവീസിനായി പുതിയ ബസ്സുകൾ ഉണ്ടാകില്ല. വിവിധ ഡിപ്പോകളിൽ നിന്നും 4 വർഷം വരെ പഴക്കമുള്ള ബസ്സുകൾ ഉപയോഗിച്ച് ഇത്തവണ ശബരിമല സർവീസ് നടത്താനാണ് KSRTCയുടെ തീരുമാനം. കണക്കുകൾ പരിശോധിച്ചാൽ 4 വർഷം കൊണ്ട് ഒരു ഫാസ്റ്റ് പാസഞ്ചർ ബസ് 6 ലക്ഷത്തോളം കിലോമീറ്റർ സർവീസ് നടത്തിയിട്ടുണ്ടാകും. ഇത്രയും ദൂരം ഓടിത്തളർന്ന ബസ്സുകൾ എങ്ങനെ പമ്പയിലേക്ക് അയക്കാൻ സാധിക്കുമെന്ന സംശയത്തിന് അതൊക്കെ പറ്റുമെന്നാണ് കോർപ്പറേഷന്റെ മറുപടി. പുതിയ ബസ്സുകൾ ശബരിമല സർവീസിനില്ലാത്തത് സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനത്തെ പ്രതിസന്ധിയിലാക്കുമെന്നാണ് ഞെട്ടിക്കുന്ന സത്യം. ഇപ്പോൾ തന്നെ എല്ലാ ശബരിമല സീസണിലും ഏതാണ്ട് 500ഓളം ബസ്സുകൾ KSRTC പുതിയതായി നിരത്തിലിറക്കും. ശബരിമലയുടെ ആവശ്യം കഴിയുമ്പോൾ ഈ ബസ്സുകളെ KSRTCയുടെ വിവിധ ഡിപ്പോകളിലായി വീതിച്ച് നൽകിക്കൊണ്ട് പുതിയ റൂട്ടുകൾ ആരംഭിച്ചുകൊണ്ട് പിന്നെ കണ്ണം ചെയ്യുന്ന ബസ്സുകൾക്ക് പകരമായി ബസ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് KSRTCയുടെ വിപുലീകരണം നടക്കുന്നത് ഈ ശബരിമല സീസണുമായി ബന്ധപ്പെട്ടാണ്. എന്നാൽ ഇപ്പോൾ പുതിയ ബസ്സുകൾ വാങ്ങുന്നില്ല, മറിച്ച് നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സുകൾ ശബരിമലയ്ക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന റൂട്ടുകളിൽ യാത്രാക്ലേശം രൂക്ഷമാവും. യാത്രാക്ലേശം രൂക്ഷമാകുമ്പോൾ ആ മേഖലയിൽ സ്വകാര്യ ബസ്സുകൾ കടന്നു കയറാനുള്ള അവസരം ഇവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. ഈ ഷെഡ്യൂളുകൾ ശബരിമല സീസൺ കാലത്ത് തിരിച്ചെടുത്തു കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധി ഗതാഗത മേഖലയിൽ ഉണ്ടാകും. ഇതിൻ്റെ ലാഭം ഉണ്ടാക്കാൻ പോകുന്ന സ്വകാര്യ ബസ് മുതലാളിമാർ മാത്രമല്ല, അനധികൃതമായി പെർമിറ്റ് ഇല്ലാതെ സർവീസ് നടത്തുന്ന ബസ്സുകൾ, മിനി ബസ്സുകൾ, തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള പാരലൽ സർവീസുകൾ, ഈ നിയമവിരുദ്ധമായ സർവീസുകാർ കൂടുതൽ സർവീസ് നടത്തി ലാഭം ഉണ്ടാക്കാനുള്ളൊരു അവസരം ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഗവൺമെൻറ് ചെയ്യേണ്ടത് ബസ്സുകൾ നിരത്തിലിറക്കി നമ്മുടെ വർക്ക്ഷോപ്പുകളിൽ ബോഡി നിർമ്മിച്ച് KSRTCയുടെ സർവീസുകൾ വിപുലീകരിക്കുക എന്ന ആശയം സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. നിലവിലുള്ള ബസ്സുകൾ ഉപയോഗിച്ച് പരമാവധി ലാഭം കൊയ്യുക എന്ന നയമാണ് സർക്കാരിൻ്റെതെന്ന് വകുപ്പ് മന്ത്രി തന്നെ നേരത്തെ പ്രസ്താവിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് KSRTCയെ സംബന്ധിച്ച് പ്രാവർത്തികമല്ലെന്ന് പലതവണ തെളിഞ്ഞതുമാണ്. സൂപ്പർ ക്ലാസ് പെർമിറ്റുകൾ KSRTCക്ക് മാത്രമെന്ന ഉത്തരവ് അട്ടിമറിക്കപ്പെട്ടതാണ് സമീപകാലത്ത് കോർപ്പറേഷൻ നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടി. ഹൈക്കോടതിയുടെ പിൻബലമുണ്ടായിട്ടും സ്വന്തം ഉത്തരവ് നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറായില്ല. ഏറ്റെടുത്ത പെർമിറ്റുകൾ പോലും സ്വകാര്യ ബസ്സുടമകൾക്ക് തിരിച്ചു നൽകിയതോടെ പതനം സമ്പൂർണ്ണമായി. സൂപ്പർ ക്ലാസ് പെർമിറ്റുകൾ KSRTCക്ക് മാത്രമെന്ന് സർക്കാർ നേരത്തെ എടുത്ത തീരുമാനമാണ്. ഈ തീരുമാനത്തിനെതിരെ സ്വകാര്യ ബസ്സുടമകൾ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും സർക്കാരിന് അനുകൂലമായിരുന്നു ഉത്തരവ്. സ്വകാര്യ പെർമിറ്റുകളുടെ കാലാവധി കഴിയുന്ന മുറയ്ക്ക് ഇവ ഏറ്റെടുക്കാനായിരുന്നു സർക്കാർ തീരുമാനം. സംസ്ഥാനത്താകെ 241 പെർമിറ്റുകളാണ് ഇത്തരത്തിൽ KSRTCക്ക് ലഭിക്കുക. ഹൈക്കോടതിയിൽ നിന്നും അനുകൂല വിധിയുണ്ടായതിനെ തുടർന്ന് സ്വകാര്യ പെർമിറ്റുകൾ KSRTC ഏറ്റെടുത്തു തുടങ്ങി. എന്നാൽ ശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്ന് ഏറ്റെടുത്ത പെർമിറ്റുകൾ സർക്കാർ സ്വകാര്യ ബസ് ഉടമകൾക്ക് തന്നെ തിരിച്ചു നൽകുന്നതാണ് പിന്നീട് കണ്ടത്.
സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഉന്നതർക്ക് വളരെ വേണ്ടപ്പെട്ടവരുടെയും ബന്ധുക്കളുടെയും പേരിലാണ് KSRTC ഏറ്റെടുക്കാനൊരുങ്ങിയ ഭൂരിഭാഗം സൂപ്പർ ക്ലാസ് പെർമിറ്റുകളും എന്നറിയുമ്പോഴാണ് എന്തുകൊണ്ട് സർക്കാർ തീരുമാനം അട്ടിമറിക്കപ്പെട്ടു എന്ന് വ്യക്തമാവുക. KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിൽ നിർത്തിയിട്ട് ആളെ വിളിച്ചു കയറ്റി കൊണ്ടുപോകുന്ന ഇത്തരം സ്വകാര്യ ബസ് ഉടമകൾക്ക് പൊതുമേഖലാ സ്ഥാപനത്തേക്കാൾ പ്രാധാന്യം സർക്കാർ നൽകുന്നു എന്നത് തന്നെയാണ് KSRTCയുടെ പ്രതിസന്ധിക്ക് കാരണം. ഇപ്പോൾ 2017 കൊണ്ട് 240 ബസ്സുകൾ പുതുതായി ഇറക്കാൻ ഈ സൂപ്പർ ഫാസ്റ്റായി ഓടിക്കാൻ KSRTCക്ക് കഴിയുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ KSRTC നിലനിന്നിട്ട് കാര്യമില്ല. അവിടെ KSRTCയെ കൊണ്ട് ആ ബസ്സുകൾ ഓടിപ്പിക്കാനുള്ള ഒരു ആർജവം ഗവൺമെൻറ് മാനേജ്മെൻറ്റ് ഉണ്ടാകണം. ഇപ്പോഴത്തെ മാനേജ്മെൻറ്റ് ഹൈക്കോടതി കൊടുത്ത സത്യവാങ്മൂലം, കേസിൻ്റെ ആദ്യഘട്ടത്തിൽ കൊടുത്ത സത്യവാങ്മൂലം ഞങ്ങൾക്ക് ഈ ബസ്സുകൾ ഓടിക്കാനുള്ള കരുത്തുണ്ടെന്നാണ്. 2017 കൊണ്ട് 241 ബസ്സുകൾ ഓടിക്കാൻ ഞങ്ങൾക്ക് ആവുമെന്നാണ്. പക്ഷേ ഇപ്പോൾ മാനേജ്മെൻറ്റ് പിന്നോക്കം പോയിരിക്കുന്നു. കോടതി വിധികളെല്ലാം അനുകൂലമായി തീർന്നതിന് ശേഷം മാനേജ്മെൻറ്റ് എന്തുകൊണ്ടാണ് പുറകോട്ട് പോയത്? ഗവൺമെൻറ്റിൻ്റെ സ്വകാര്യ മേഖലയെ നിലനിർത്തണം. പക്ഷേ KSRTCയെ തൊലച്ചുകൊണ്ട് സ്വകാര്യ മേഖലയ്ക്ക് വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത്. എന്നാൽ വിഷയത്തിൽ ശക്തമായ എതിർപ്പുള്ള തൊഴിലാളി യൂണിയനുകൾ നിയമ പോരാട്ടത്തിനിറങ്ങിയപ്പോൾ പെർമിറ്റുകൾ തിരിച്ചു നൽകിയ സർക്കാർ തീരുമാനത്തിൽ ഹൈക്കോടതി ഇടപെട്ടു. എങ്കിലും ഹൈക്കോടതി ഉത്തരവ് അട്ടിമറിക്കാൻ തന്നെയാണ് പുതിയ ബസ്സുകൾ നിരത്തിലിറക്കാത്ത നടപടിയെന്ന് യൂണിയനുകൾ ആരോപിക്കുമ്പോൾ അങ്ങനെയല്ലെന്ന് പറയാൻ പോലും തലപ്പത്തിരിക്കുന്നവർക്ക് സാധിക്കുന്നില്ല.